ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഗ്യാസ് സ്റ്റേഷൻ സിമുലേറ്റർ. അപ്പോൾ ഇന്ന് ഇത് എത്രാമത്തെ വീഡിയോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ വീഡിയോയുടെ എണ്ണം നോക്കി നിർത്തി, കുറച്ചായി നമ്മൾ വീഡിയോസ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, കുറേ സംഭവം പണി ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് കസ്റ്റമർ അറ്റ് ഫ്യൂൽ സ്റ്റേഷൻ. നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് നാളെ പണിക്കെടുത്താലോ. ഇന്ന് നമ്മൾ അപ്പോൾ കസ്റ്റമേഴ്സിനെ പിന്നെ പൊക്കോ പൊക്കോ, കുറേയൊന്നും വിളിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ടാസ്ക് കംപ്ലീറ്റഡാ. എടാ പുതിയ ഫോൺ കോൾ വന്നിട്ടുണ്ട് കേട്ടാ. ഓക്കെ എടാ, നമ്മളെ ബസ് സ്റ്റേഷനിൽ ഇതുവരെ ബസ് വന്നിട്ടില്ല. ബസ് വന്ന്. ഓക്കെ, നമ്മളെ പമ്പിലോട്ടുള്ള ആദ്യത്തെ ബസ്സാണ് കേട്ടോ. അപ്പൊ ഇത് ആദ്യത്തെ ബസ്. ഇത് ആരാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക? മൊട്ടേ ഒരാളുള്ള ശരി, ഈ ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലടാ, ഇതിൻ്റെ എലിയൻ വന്ന് എടാ മോനെ. ഏതാ പാട്ട്? മനസ്സിലായി, അങ്ങനെ തന്നെ. ഏതാ സ്റ്റെപ്പ്? ടഫ് സ്റ്റെപ്പ് കേട്ടാ. നമ്മളെ ഗ്യാസ് സ്റ്റേഷനിൽ അങ്ങനെ ഏലിയൻ വന്ന്. എടാ ഏലിയൻ തന്നെയാണ്, അത് മനുഷ്യ കുഞ്ഞല്ലേ. എടേ മുടയാണോ നീ? കൊറേ ഉണ്ടല്ലോ, കൊറേ ഉണ്ട് കേട്ടത്. കയറിപ്പോണല്ലോ. കയറി വരൂ കടലിട്ട് കയറി വരൂ. ഹൈ ഇവരെന്ത് കൊടുക്കുന്നു? കച്ചറ കൊട്ടടാ. കച്ചറടാ വന്നാണ് അവൻ. എടാ അവിടെ പമ്പിലോട്ട് ആള് വന്ന്. പമ്പ് പെട്രോള് ഫുള്ളാക്കണം. ഓക്കെ, അപ്പൊ നമ്മളെ എടാ ഇവരൊക്കെ സാധനം വാങ്ങിക്കുന്നുണ്ട് കേട്ടാ. അത് കൊള്ളാം. ഏലിയൻ സാധനം വാങ്ങിക്കാൻ കടയിൽ വന്നപ്പോൾ പോണവൻ നിക്കുന്നോക്കി. ഇത് കൊറണ്ട്. ഏത് നടക്കുമ്പോൾ സ്റ്റെപ്പ് വേണ്ട, ശരിയായ സ്റ്റെപ്പ്. ഇന്ന് എന്ത് ചെയ്യുന്ന വെച്ചിരിക്കുക നോക്കുമ്പോ അത് ഏലിയൻ. എടാ ഏലിയൻ മൊത്തം നല്ല അടിയാണല്ലോ ഏലിയൻ മുതുകുടിയനാണ് കേട്ടാ. അതെ, എത്ര കുപ്പി എടുത്തു ഒരാള്. ഉമ്മാർക്ക് എല്ലാവർക്കും കുപ്പി വേണോ? എന്തൊരു മുട്ടായി തിന്നുന്ന ഏലിയനെ. ഏലിയൻ ട്രിപ്പിലാണ് കേട്ടാ. ഫുൾ ഐറ്റംസ് ആണ്, സ്നാക്സ് ഒക്കെ ആയിട്ടാണ്. ഫിലിമിനെല്ലാം പോകണോ? കൊള്ളാം എന്തായാലും എല്ലാ ഏലിയനും. ഏതാ ആ സ്റ്റെപ്പ്? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. താങ്ക്സ്. ഏലിയൻ സംസാരിച്ചേ. സൂപ്പർ. ഇതാണ് ഏലിയന്റെ ഭാഷ, ഇംഗ്ലീഷ് അല്ലേ? അത് കുഴപ്പം, അത് കൊള്ളാം. അത് ഏലിയന്റെ ഭാഷ. ഓക്കെ. അതെ. അങ്ങനെ തന്നെ ടാറ്റാ ബായ്. നോക്കട്ടെ, ബസ് വേണം. ബസ്സിലൊന്ന് യാത്ര ആക്കണം. ഇവിടെ എല്ലാണ്ണം കയറിയാ ബസ്സില്? വല്ലവണ്ണം വരാണ്ട നീ? ഇവിടെ ഈ മൊട്ട എലിന്റെ തന്തയാണത്. എലിന്റെ അടി എന്റെ മക്കളാണോ അതൊക്കെ? അത് കയറാൻ പറ്റുമോ? അത് അടച്ചിട്ടേക്കടാ. നോക്കട്ടെ കേട്ടാ. അതിൻ്റെ അകത്ത് ആരില്ലടാ. ഇവരൊക്കെ അത് എവിടെ കയറിപ്പോയത്? ഓക്കെ, സീറ്റിലൊന്നും ആരും കാണുന്നില്ല. സസ്സാണ് കേട്ടാ. അപ്പോൾ എലിയൻ ബസ് പോവുകയാണ്. ടാറ്റ ബൈ. ഓക്കെ ബൈ. പെട്രോൾ അടിക്കാണ്ട്. അവിടെ ഫോം ബെല്ലടിക്കുന്നുണ്ട് കേട്ടാ. അങ്കിള് വിളിക്കുന്നുണ്ട്. അങ്കിള്
വെൽക്കം. കാശായല്ലേ? ഷർട്ടിട്ട് വാടകയ്ക്ക് പെങ്കൊച്ചങ്ങളൊക്കെ നിക്കുന്നടേ. തന്തപ്പടി ആരുടെ തന്തയാണ് ഇത്? കള്ളക്കളവൻ ഷർട്ട് കൊണ്ട് വന്നോളൂ. താങ്ക്സ്. അടാ ഇപ്പൊക്കെ തന്നടാ ഷർട്ട് ഇടാത്തവൻ. ഷർട്ട് കൊണ്ടുവന്നോ, കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. സിഗരറ്റ് 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 ഇത് പെണ്ണുമ്പിള്ള ടിപ്പ് തന്ന്. താങ്ക്സ്. ഓക്കെ, ഈ ഫാൻ്റെ സൗണ്ടാണല്ലേ കേൾക്കുന്നത്. ഞാൻ ഇത് എന്തും വാങ്ങി കേൾക്കുന്നെന്ന്. എന്തോ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നേ. ഇതിൽ എത്ര പെട്ടെന്ന് കച്ചറ നിറഞ്ഞേട്ടാ. യു ഹാവ് 2 ന്യൂ മെയിൽ. മെയിൽ എന്തൊരു മെയിൽ നോക്കട്ടെ. ഓ ടൂറിസ്റ്റ് ബസ് വന്നെൻ്റെ. ടൂറിസ്റ്റ് ബസ് അല്ല, ഏലിയൻ ബസ്. ഡെലിവറി ഫ്യൂവൽ എത്ര ഉണ്ട്? എപ്പോഴും ഫുള്ളാക്കി വെക്കണം. അവിടെ എനിക്ക് ഫ്യൂൽ സ്റ്റേഷൻ അപ്ഗ്രേഡ് ചെയ്തിട്ടും ഇതൊന്നും കിട്ടിയില്ലടാ. എന്താ എക്സ്ട്രാ ഫ്യൂൽ ആയില്ല. അതിന് എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യണ്ട. താങ്ക്സ്. ആ ഫോൺ കോള്. ഞങ്ങൾ കുറെ നേരമായി കിടന്ന് വിളിക്കുന്നു. Hey, hope you didn't get trampled beneath all the customers coming in from that bus. I've heard workers tell me there's little difference between a passenger bus and Armageddon. Now, if you're feeling overworked, how about investing in some help? Trust me, it's a completely different experience being the one in charge. Okay. Give it a shot. See how it feels to be the boss of your own establishment. Oh, I got it. I'll send you more information in an email in the future. Okay. Okay, na. അയ്യോ, അണ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നു. അണ്ണൻ നോക്കിക്കുന്നവിടെ. എന്താ ട്രെയിലർ? ഓ ട്രെയിലർ ഭയങ്കര കേട്ടാ പണിക്കാർക്കുള്ള. ഓക്കെ, കൊള്ളാം കേട്ടോ, ലുക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഫ്യൂലിംഗ്, സാലറി, ക്ലീനിങ് എല്ലാം 2 വെച്ചിട്ടുണ്ടല്ലോ. ലെവൽ 2 ഇത് മതി. ഓക്കെ, നമ്മൾ പുതിയ പണിക്കാരനെ എടുത്തു. അയ്യോ, കൊച്ചിൻ്റെ പേരെന്തായിരുന്നു? അവിടെ ജോബ് വെക്കാൻ പറ്റണോ അവിടെ? അയ്യോ, പ്രൈമറി എന്ന് പറയുമ്പോൾ റിപ്പയർ കാർസ്, അതിന് നല്ല കാശാ, അതെനിക്ക് മടിയിക്കണ്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഹാൻഡിൽ ദ രജിസ്റ്റർ. ഓക്കെ, സെറ്റ്. 2 ജോബ് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പണിക്കാരനെ എടുത്തു. പണിക്കാരനെ എവിടാ? അയ്യോടാ, അതായത് മെക്കാനിക് ഷോപ്പിൽ പണി കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ബില്ലടിച്ചു കൊടുത്തോളൂ. ഞാനിനി ഇതിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്യാൻ പോകുന്നു. കുറച്ചുകൂടി പണിക്കാരെടുക്കണം, കാശ് കിട്ടിയിട്ട് എടുക്കണം. ബൈ. ഓക്കെ, അവിടെ പണിയെടുക്കുന്നടാ. അവിടെ ഇവിടുത്തെ സ്റ്റോക്കൊക്കെ തീർന്നല്ലേ. ഇതാര് ക്ലീൻ ചെയ്യും? ഇത് ഞാൻ തന്നെ ക്ലീൻ ചെയ്യണ? ക്ലീനിങ് ഞാൻ തന്നെ ചെയ്യണല്ലേ? ഇല്ലാത്ത പ്രശ്നമാണ് കേട്ടത്. ഇതും കൂടി അവൾക്ക് ചെയ്തോടെ ഇരിക്കോ? പൊട്ടടിക്കാനാള്. അപ്പൊ ഇന്ന് എന്തൊക്കെ വന്ന്? ഏലിയൻ വന്നു, പുതിയ എംപ്ലോയിനെ എടുത്തു. കൊള്ളാം കൊള്ളാം.
ചെറുക്കനെ അവിടെ പണിയെടുക്കാൻ പോയെന്നാണ്. ആ അതെ പണിയെടുക്കുന്നുണ്ട് ചേട്ടാ. ഇല്ലൊക്കെ അടിക്കുന്നുണ്ട്. സ്ലോ ആണ് ആള്. ഓ മോളിൽ ഇത് കണ്ട സാലറി കൂടി വരുന്ന. അതെന്തൊരു ലെറ്റ് യുവർ എംപ്ലോയി വർക്ക് ഫോർ 8 hours. ഓ ഇഷ്ടം തന്നെ. അപ്ഗ്രേഡ് വെയർ ഹൗസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. മോനെ ലുക്കൊക്കെ മാറി. ഓക്കെ നമ്മൾ വെയർ ഹൗസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെന്തിനു പറ്റുമോ? 750. എന്തേ ഓടിപ്പോന്ന്. അതെവിടെ പോണ ഈ പെണ്ണെ? എടേ അവിടെ അതെവിടെ പോന്നടാ? അവിടെ പണി കഴിഞ്ഞതിൻ്റെ ഇന്നത്തെ പണി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ പോകുന്നു. ഓക്കെ ഇതൊക്കട്ടെ. പെയ്ഡ് ഓട്ടോമാറ്റിക്കലാക്കെ പോയിക്കോട്ടെ. റെസ്റ്റ് എടുക്കുന്ന കേട്ടാ. അതിന്റെ പണി കഴിഞ്ഞ് ഇന്നത്തെ പണി കഴിഞ്ഞെന്ന്. ഇത് എന്തിനത്? ഇവിടെ കറണ്ട് ഇല്ലേ? അപ്പനുണ്ടല്ലോ. അയ്യോ ജിമ്മൻ പെട്ടെന്ന് പണി കൊടുക്കട്ടെ. അല്ലെങ്കിൽ അവൻ എന്നെ പഞ്ഞിക്കിടും. ഇതിപ്പോ ഓടിയണ്ടാ. ഓക്കെ തീർന്നാ? അത് ശരി ഇത്ര കേട്ടതാ. ശീഷ് ഓട്ട സാധനങ്ങൾ സ്റ്റോക്ക് വെക്കാൻ അയക്കണോ? എന്തിനും തീർന്നിക്കണ? ഞാൻ ബാത്റൂമിൽ. ഓ സിഗരറ്റ് തീർന്ന്. കുപ്പി ഉണ്ട് ഇഷ്ടംപോലെ. സ്നാക്സ് ഉണ്ട് ആവശ്യത്തിന്. ഡ്രിങ്ക്സ് തീർന്നിരിക്കുന്നു. ഓ നമ്മങ്ങനെ ഷിഫ്റ്റ് ഞെക്കാണ്ട് അല്ല ഇങ്ങനെ ലൈക്ക് വിടാണ്ട് പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ ടിപ്പ് കിട്ടും. യോശി ഇത് അല്ലെങ്കിൽ ടിപ്പ് കിട്ടുക. ഓ പക്ഷെ പെട്ടെന്ന് അടിച്ചെടുത്താൽ പെട്ടെന്ന് എടാ ഇത് കൈ വരുന്നില്ലടാ. ഓ ഓക്കെ അപ്പോ തീർന്നില്ലേ അത്? തീർന്നു ആണല്ലേ. ഇതില് പെട്രോളൊക്കെ ഉണ്ട്. എനിക്ക് പെട്രോളിന്റെ സ്റ്റോക്ക് കൂട്ടാൻ എന്താണോ ചെയ്യാന്ന് എനിക്കറിയില്ല. എടാ എന്തൊരു ഐറ്റം? അത് ശരി. എടാ ഇവിടൊക്കെ ഇത് വെക്കണം കേട്ടാ. ബാത്റൂം സെറ്റപ്പ് ആക്കണം. ചേട്ടൻ അവിടെ ആരോ വന്നില്ല. അവിടെ രാത്രികൾക്ക് ഒരു പണിക്കാരനെ വെക്കണം. ഒരു ടയറും ഒരു ഡോറും. അതാണ് ഈ വണ്ടിക്ക് വേണ്ടിയത്. ഒരു ഡോറല്ല, ഡോർ മൊത്തം സ്ക്രാച്ച് മാറ്റി കൊടുക്കണം. അങ്ങനെ ഓക്കെ. ഇനി സ്ക്രാച്ച് റിമൂവർ എടുത്തിട്ട് ഒരക്കണം. ഓക്കെ പൊക്കോ. അവിടെ ഇവിടേക്ക് എന്തൊക്കെ ഓർഡർ ചെയ്യണല്ലോ. സാധനം തീർന്നിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം. അത് നല്ലത്. അപ്പൊ നമ്മളെ പരിപാടിയൊക്കെ തീർന്നത്തെ പ്രേതം കുറച്ച് അപ്ഗ്രേഡ് ചെയ്തല്ലേ.
ആ പെണ്ണ് വാഴപ്പാണ് എടുത്തിട്ട് എന്നാലും വിഷമയത്. എടേ പമ്പില്, ഓ ഇത് സ്ഥിരം വരുന്നത് അയാള്. ഏതേ പമ്പില് ക്രിസ്മസ് അപ്പൻ. പമ്പിലല്ല, പമ്പിന്റെ മുകളിൽ കൂടെ. ഇയാൾ എവിടെ നിന്നാണ് പെട്രോൾ അടിക്കാറ്? ആളെന്താ ഇവിടെ പെട്രോൾ അടിക്കാൻ വരാത്തെ? ഇവിടെ ഒന്ന് പെട്രോൾ അടിച്ചൂടെ ആയിരിക്കോ? ആ അതെ, അങ്ങനെ തന്നെ. അതെ അതെ അതെ, അത്രയുള്ളൂ അത്രയുള്ളൂ. അടുത്ത മാറിക്ക് അങ്ങോട്ട് കഴിഞ്ഞു. നമുക്ക് കുറെ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ. 2 പ്രാവശ്യം അടിക്കാൻ പറ്റുമോ? ഓ എന്തോ തെറിച്ചു പോയി ചേട്ടാ. ഒരു പാക്കറ്റ് ഇങ്ങോട്ട് തെറിച്ചു വന്നിരുന്നല്ലേ. ഇവിടെ കുറച്ച് സാധനം ഓർഡർ ചെയ്യണം. ഡ്രിങ്ക്സും സിഗരറ്റ്സും കുറച്ച് സ്നാക്സും. സിഗരറ്റ് ഡെലിവറി പ്രൊഡക്ട്സ് സിഗരറ്റ്സ് 1 2 3 4 5 6. എത്ര രൂപയായി? 216. ഓക്കെ, കുറച്ച് ഡ്രിങ്ക്സ് എത്രയായി? 296. ഓക്കെ, അപ്പോൾ ഇത് വെച്ചാൽ കറക്റ്റ് ആവും. 370. സ്നാക്സും കുറച്ചിരിക്കട്ടെ. എത്ര ഡോളറുണ്ട്? $100 സാധനം വാങ്ങിക്കാം. അല്ല 100 അല്ല, $80 സാധനം വാങ്ങിക്കാം. $80. $423 കൂടെ ഉണ്ട്. $20 ഓർഡർ. ശരി, ഇയാൾ കുറച്ചുകൂടി നേരത്തെ തന്നിരുന്നെങ്കിൽ ആ സാധനം കൂടി വാങ്ങിക്കായിരുന്നു. പെട്രോൾ ഉണ്ട്. എടാ ഞാൻ കാറ് കുത്തിപ്പൊളിക്കാറ്റ് നോക്കട്ടെ. $13 കിട്ടി. $6 ഈസി മണി. ഈസി $16. സിമ്പിൾ. അയ്യോ, ഇതും കൊണ്ടുവരും മുമ്പിൽ പോയവര് എന്നെ കൊണ്ടു. ഇയാള് കുറെ സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടാ, ഒന്നറിയും. $73 സാധനം വാങ്ങിക്കാൻ. അയ്യേ, $1. ഒന്ന് പോയടേ, പോയേ കേടിയേ. അതൊന്നും തീർന്നു. അപ്പം ശരി ഗൈസ്, ഞാൻ വീഡിയോ നിർത്തുവാണ്. നമ്മളെന്നപ്പോൾ അത്യാവശ്യം പണി തീർന്നിട്ടുണ്ടെന്നൊക്കെ. അല്ല, പണിയെന്നല്ല, ഒരു പണിക്കാരനടുത്ത്. അതെന്താ എന്തോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടാ, അതെനിക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ ടയറും കൂടി ഫിറ്റ് ചെയ്തിട്ട് ഞാൻ നിർത്തുവാണ്. അടുത്ത വീഡിയോയിൽ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സംഭവം അപ്ഗ്രേഡ് ചെയ്യാണ്ട്, അത് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം. അപ്പോൾ ബൈ ഗൈസ്, എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടാറ്റാ.